ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടൊരു കേക്കാട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ബ്രെഡ് എടുത്തിട്ടുള്ള ചെറിയ ബ്രെഡാണ് കേട്ടോ. ഒരു 10 പീസ് ബ്രെഡ് ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഒരു 10 പീസ് എടുക്കുന്നത്. വലിയ ബ്രെഡ് ആണെങ്കിൽ ഒരു 7 പീസ് ബ്രെഡ് എടുത്താൽ മതിയാകും കേട്ടോ. ഈ 10 പീസ് ബ്രെഡ് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ അളവിലുള്ള കണക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും 2 ഏലക്കയും 3 ഗ്രാമ്പും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോന്നായിട്ട് പൊട്ടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഒരു മുട്ട കേടാണെങ്കിൽ എല്ലാ മുട്ടയും കേടൊന്നും പോകൂലേ. അതുകൊണ്ടാണ് ഞാൻ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് എടുത്തത്. അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട. കുറച്ച് തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ 10 ബ്രെഡ് ഞാൻ ഒരുമിച്ച് മിക്സിയുടെ വലിയ ജാറിൽ തന്നെ, നമ്മളിപ്പോൾ മുട്ട ഇതൊക്കെ അടിച്ചെടുത്തിട്ടുള്ള അതേ ജാറിൽ തന്നെ ഇട്ടിട്ടാണ് ഇതൊന്ന് കറക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം തരികളൊക്കെ അതിൽ കൂടുതലുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിന് നമ്മുടെ ഈ കേക്കിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഡ്രോപ്പോളം വരുന്ന ബദാം മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്താണ്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. ഇനി നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം മുട്ട ഇതൊക്കെ അടിച്ചെടുത്ത മിക്സി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതാണെന്ന് എല്ലാം ഒന്ന് ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ കറുത്ത റൈസിൽസ് കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനും അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് ഞാനൊരു നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ ടിന്ന് ഒന്ന് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം ഓയിലൊന്ന് ഗ്രീസാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാനിവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തട്ടി കൊടുത്തിട്ട് ഇതുപോലെ എന്താ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഗ്രീനും റെഡും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രീ ഹീറ്റ് ചെയ്ത നമ്മുടെ ഇതിലേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. കൈകൊള്ളാതെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. എനിക്കിതൊരു 35 മിനിറ്റാണ് കുക്കിംഗ് ടൈമായിട്ട് വന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് സാധാരണ കേക്കൊക്കെ റെഡിയാവുന്ന പോലെ തന്നെ നല്ലൊരു അടിപൊളി മണം വരും. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ് കൂടി വയ്ക്കാം. നിങ്ങൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരല്പം കൂടി ആകണമെന്ന് തോന്നി. പക്ഷേ നമ്മളെടുത്ത സ്ക്യൂവറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് ഒരല്പമൊക്കെ ഒന്ന് താന്നു പോകും കേട്ടോ. മുട്ടയല്ലേ നമ്മൾ ചേർത്തത്, അപ്പോൾ ഒന്ന് താന്നു പോകും. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതിൻ്റെ ചൂട് പോയിട്ടില്ല. കേക്ക് നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊക്കെ ചൂടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. ബ്രെഡൊക്കെ ബാക്കി ഇരിപ്പുണ്ട്, ഇപ്പം ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതൊന്നും എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ഒരു ബലം വെച്ച ബ്രെഡാണെങ്കിൽ പോലും നമുക്കിത് പൊടിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ബ്രെഡും മുട്ടയും പാലും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ഗ്രാമ്പും ഏലക്കയൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്.
വിസ്മയ കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.